ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാഗവതത്തിലെ 4-ാമത്തെ സ്കന്ധത്തിലെ 52-ാമത്തെ കഥയാണ്. മഹാവിഷ്ണുവിൻ്റെ മനോരഥം. ധാരാളം യജ്ഞങ്ങൾ നടത്തി സന്തോഷവാനായി കഴിയുന്ന പൃഥു രാജാവിനോട് യജ്ഞപതിയും യജ്ഞബുക്കുമായ ഭഗവാൻ വൈകുണ്ഠനാഥൻ ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ 100-ാമത്തെ യജ്ഞത്തിന് ഭംഗം വരുത്തിയ ഇന്ദ്രൻ ക്ഷമാപണം ചോദിച്ചത് ഞാൻ അറിഞ്ഞു. അങ്ങ് തെറ്റുപുറത്ത് മാപ്പ് അരുളണം. ശരീരം ആത്മാവല്ലാത്തതുകൊണ്ട് വിവേകികളായ സജ്ജനങ്ങൾ ആരെയും ദ്രോഹിക്കുകയില്ല. മായയാൽ മോഹിതരായ ജ്ഞാനവൃദ്ധരെ സേവിക്കുന്നത് ക്ലേശം മാത്രമെന്ന് വന്നുകൂടുന്നു. സ്വന്തം ശരീരത്തിൽ പോലും താല്പര്യമില്ലാത്തവന് അത് നിമിത്തമുണ്ടായ ഗൃഹത്തിലോ ധനത്തിലോ ബന്ധുക്കളിലോ എങ്ങനെ താല്പര്യമുണ്ടാകും? ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഭിന്നമാണ്. അത് ഏകവും ശുദ്ധവും സർവസാക്ഷിയും സർവവ്യാപിയും നിരാത്മാവും ആകുന്നു. ഇങ്ങനെയുള്ള പുണ്യാത്മാവ് ശരീരത്തിലിരുന്നാലും അതിൻ്റെ ധർമ്മങ്ങളാൽ ബന്ധനായി തീരുന്നില്ല. സ്വധർമ്മം ആഗ്രഹങ്ങളില്ലാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ച് ഭഗവാനെ ഭജിച്ചാൽ മനസ്സ് പ്രസന്നവും പരിശുദ്ധവും ആയിത്തീരുന്നു. ആ നല്ല മനസ്സിൻ്റെ ഉടമ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ആത്മസാക്ഷാത്കാരം പ്രാപിക്കുന്നു. ബ്രഹ്മ കൈവല്യം അനുഭവിച്ച് ശാന്തി നേടുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളിലും കർമ്മേന്ദ്രിയങ്ങളിലും നിർവികാരനായി മനസ്സ് ഉറപ്പിച്ചവൻ പുണ്യവാനാകുന്നു. അവന് മംഗളമുണ്ടാകും. അങ്ങ് സുഖദുഃഖങ്ങളിൽ സമഭാവനയോടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച് എൻ്റെ അനുഗ്രഹം നേടി ലോകം പരിപാലിക്കുക. പ്രജാ പരിപാലനാണ് രാജാവിൻ്റെ ധർമ്മം. അത് ചെയ്യുന്ന രാജാവിന് പരലോകത്തിൽ പ്രജകളുടെ സുഹൃതത്തിൽ നിന്ന് 1/6 ലഭിക്കും. പ്രജകളെ രക്ഷിക്കാതെ കരം പിരിക്കുന്നവൻ പാപം അനുഭവിക്കുന്നു. അവൻ്റെ പുണ്യം നശിക്കുന്നു. ബ്രഹ്മജ്ഞരുടെ അനുവാദത്തോടെ ഭൂമി പരിപാലിക്കാൻ സാധിച്ചാൽ അല്പകാലം കൊണ്ട് സനകാദികളെ ദർശിക്കാനും എന്നിൽ നിന്ന് വരം സ്വീകരിക്കുവാനും കഴിയുന്നു. ഞാൻ എന്നും അങ്ങേക്ക് അധീനനാണ്. യാഗയോഗ തപസ്സുകൾ കൊണ്ടൊന്നും എന്നെ പ്രാപിക്കാനാകില്ല. ഞാൻ സമചിത്തന്മാരിൽ വസിക്കുന്നു. പൃഥുരാജാവ് മഹാവിഷ്ണുവിൻ്റെ ഉപദേശങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ഭഗവാന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചു. താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് പാദങ്ങളിൽ നമസ്കരിച്ച് കിടക്കുന്ന ഇന്ദ്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തു. രാജാവ് സർവാത്മാവും പരമസുഹൃത്തും താമരക്കണ്ണനുമായ ഭഗവാനിൽ ഭക്തി പരവശനായി പോകാനൊരുങ്ങി കൈകൂപ്പി അനുവാദത്തിന് കാത്തുനിന്നെങ്കിലും അദ്ദേഹത്തിനുണ്ടായ നിലയ്ക്കാത്ത കണ്ണുനീർ പ്രവാഹം കൊണ്ട് ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. ഹൃദയം കൊണ്ട് ഭഗവാനെ ഗാഢം പുണർന്നു. കണ്ണുനീർ തുടച്ചു. ഭഗവാനെ ദർശിച്ചു. മുഖമെടുക്കാതെ എത്ര നോക്കിയിട്ടും കണ്ണിന് തൃപ്തി വരുന്നില്ല. വീണ്ടും വീണ്ടും മനസ്സ് നിറയുവോളം പൃഥു ഭഗവാനെ നോക്കിക്കണ്ടു. ഭക്തവത്സരനായ മഹാവിഷ്ണു വാത്സല്യാധീരകത്താൽ താൻ ദേവനാണെന്ന ചിന്ത പോലും മറന്നു. ഭഗവാൻ നിലത്തെ കാലൂന്നി നിന്നുകൊണ്ട് ഗരുഡൻ്റെ കഴുത്തിൽ കൈവച്ച് പൃഥുവിനെ കടാക്ഷിച്ചു. അത് കണ്ട് സന്തോഷത്തോടെ പൃഥു ഓതി: പ്രഭോ, സകല നിയന്താവായ അങ്ങയിൽ നിന്നും വെറും ദേഹാഭിമാനികൾക്ക് യോജിച്ച തുച്ഛവരങ്ങളെ ഈ വിവേകി എങ്ങനെ വരിക്കും? നരകത്തിൽ കിടക്കുന്നവർക്ക് പോലും കിട്ടാത്ത വരങ്ങൾ ഞാൻ സ്വീകരിക്കുന്നില്ല. ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് മുഖം വഴി പ്രവഹിക്കുന്ന ആ പൂന്തേൻ കുടിച്ച് ആസ്വദിക്കുവാൻ എനിക്ക് 10,000 കാതുകളുണ്ടാകാൻ അനുഗ്രഹിച്ചാലും മഹാഭക്തന്മാരുടെ മുഖങ്ങളിൽ നിന്ന് ഒഴുകുന്ന പാദപത്മമധുവിൽ സ്പർശിച്ച വായു ഏറ്റാൽ തത്വം വിസ്മരിച്ചവർക്ക് കൂടി തത്വജ്ഞാനമുണ്ടാകുന്നു. അതിനാൽ അങ്ങയുടെ കൃപയാൽ വിവേകം സിദ്ധിച്ച ഞങ്ങൾക്ക് പിന്നെ ഈ വരങ്ങൾ കൊണ്ട് എന്ത് കാര്യം? സജ്ജന സഹവാസത്താൽ അങ്ങയുടെ യശസ് ഒരിക്കലെങ്കിലും കേൾക്കാൻ അവസരമുണ്ടായാൽ വിശേഷബുദ്ധി ഉള്ളവനെങ്കിൽ അത് പിന്നെ ഉപേക്ഷിക്കുമോ? ലക്ഷ്മീദേവി ഗുണമുണ്ടാകുന്നതിനു വേണ്ടി അങ്ങയെ സേവിക്കുന്നത് പോലെ ഞാനും അങ്ങയെ ഭജിക്കുന്നു. ഒരേ പതിയിൽ തന്നെ കാരുണ്യം കണ്ടെത്തിയവരും ഭഗവത് പാദം തന്നെ ഏകാവലംബമായി സ്വീകരിച്ചിട്ടുള്ളവരുമാണ് രണ്ടുപേരും. അതുകൊണ്ട് പരസ്പരം കലഹമുണ്ടാകില്ലെന്ന് ഉറപ്പുണ്ട്. സജ്ജനങ്ങൾ മായാഗുണങ്ങളെയും സംസാരത്തെയും ഉപേക്ഷിച്ച് അങ്ങയെ ഭജിക്കുന്നു. അവർക്ക് മറ്റൊരു ചിന്തയുമില്ല.
നിരന്തരം ഭഗവാനെ ഭജിക്കുന്ന എന്നോട് വരം ചോദിക്കാൻ അങ്ങ് പറഞ്ഞത് ലോകം മുഴുവൻ മോഹിപ്പിക്കുന്നതായി ഞാൻ കരുതുന്നു. അങ്ങയുടെ അരുളപ്പാടുകളിൽ ജനം ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ കർമ്മങ്ങൾ ചെയ്യും? സത്യസ്വരൂപനായ അങ്ങയുടെ അടുത്തുനിന്നും തുച്ഛവസ്തു ആഗ്രഹിക്കുന്നവൻ തീർച്ചയായും മായാമോഹിതനാണ്. ആവശ്യപ്പെടാതെ പിതാവ് കുട്ടികളുടെ ഹിതം ചെയ്യുന്നതുപോലെ അങ്ങും ഞങ്ങളുടെ ഇഷ്ടം സ്വയം അറിഞ്ഞ് അനുഷ്ഠിക്കുന്നു. പൃഥുവിൻ്റെ സ്തുതി കേട്ട് ഭഗവാൻ സന്തുഷ്ടനായി അരുളിച്ചെയ്തു, അങ്ങേക്ക് എന്നിൽ ഭക്തി ഉണ്ടാകട്ടെ. അങ്ങയുടെ ബുദ്ധി എന്നിലേക്ക് തിരിഞ്ഞത് ഭാഗ്യം തന്നെ. പൃഥുവിനെ അച്യുതൻ അഭിനന്ദിച്ചു. എല്ലാ ഭക്തന്മാരുടെയും മനസ്സ് കവർന്നുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു. ദേവാദിദേവനെ വന്ദിച്ച് പൃഥുരാജാവ് സ്വപുരത്തിലേക്കു തന്നെ പോയി. തിരിച്ചെത്തിയ പൃഥുരാജാവിനെ കൊട്ടാര നിവാസികളും പ്രജകളും ചേർന്ന് വാദ്യഘോഷത്തോടെ എതിരേറ്റ് സ്വീകരിച്ചു. ബ്രാഹ്മണർ വേദഘോഷം മുഴക്കി രാജാവിനെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. മഹായശസ്വിയും ആശ്രിതർക്ക് സർവാഭീഷ്ടങ്ങളും നൽകുന്നവനുമായ അദ്ദേഹം സന്തോഷപൂർവ്വം പ്രജകളെ പാലിച്ച് രാജ്യം ഭരിച്ച് പരമപദം പ്രാപിച്ചു. രാജാവ് ഗംഗയുടെയും യമുനയുടെയും മധ്യപ്രദേശത്ത് താമസിച്ചു. തനിക്ക് പുണ്യക്ഷയം വരുത്തുന്നതിനു വേണ്ടി അദ്ദേഹം ധാരാളം പ്രാരാബ്ധങ്ങളായ ഭോഗങ്ങൾ മാത്രം അനുഭവിച്ചു പോന്നു. ബ്രാഹ്മണരെയും ഭക്തരെയും ഒഴിച്ചു നിർത്തി പൃഥു അജ്ഞാശക്തിയോടെ ഏകാധിപതിയായി വാണു. ഒരിക്കൽ അദ്ദേഹം ഒരു മഹാസത്രം ചെയ്യുവാൻ നിശ്ചയിച്ച് ദീക്ഷ കൈക്കൊണ്ടു. യജ്ഞത്തിൽ പങ്കുകൊള്ളുന്നതിന് ധാരാളം ദേവന്മാരും ബ്രഹ്മർഷികളും രാജർഷികളും എത്തിച്ചേർന്നു. രാജാവ് പൂജ്യരായ അവരെയെല്ലാം യഥോചിതം സൽക്കരിച്ചു പൂജിച്ച് ഇപ്രകാരം ഓതി: സദസ്യരെ, ധർമ്മതത്വം അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഞങ്ങൾ അറിഞ്ഞിടത്തോളം കാര്യം സജ്ജനങ്ങളെ അറിയിക്കണം. എന്നെ പ്രജകളുടെ രാജാവായും രക്ഷിതാവായും ഉപജീവനം നൽകുന്നവനായും വർണ്ണാശ്രമധർമ്മങ്ങളിൽ നിന്ന് നിലനിൽപ്പ് ചെയ്യേണ്ടവനായും ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നു. ബ്രഹ്മാദികൾ പറയുന്ന പുണ്യലോകങ്ങളിൽ ശരിയായ വിധം പ്രജാപാലനം ചെയ്യുന്നതിനാൽ കർമ്മസാക്ഷിയായ ഭഗവാൻ എന്നിൽ പ്രീതനാകും. പ്രജകളെ ധർമ്മങ്ങൾ ഉയർത്തിക്കാട്ടി പ്രവർത്തിപ്പിക്കാതെ അവരിൽ നിന്നും കരം വാങ്ങുക മാത്രം ചെയ്യുന്ന രാജാവ് പ്രജകളുടെ പാപം അനുഭവിക്കുകയും ഐശ്വര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ എൻ്റെ ഭാവി ഹിതത്തിനു വേണ്ടി അസൂയാദി ദോഷങ്ങൾ ഉപേക്ഷിച്ച് ഭഗവത് ഭക്തിയോടുകൂടി സ്വധർമ്മം അനുഷ്ഠിക്കുക. അതെനിക്ക് അനുഗ്രഹമാകും. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അനുമോദിക്കുക. ധർമ്മം ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും അനുമോദിക്കുന്നവനുമെല്ലാം മരണശേഷമുള്ള ഫലം തുല്യമാകുന്നു. ഭഗവാൻ കർമ്മഫലദാതാവായി പ്രവർത്തിക്കുന്നു. മനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, അങ്കൻ, ബ്രഹ്മാവ്, ശിവൻ, പ്രഹ്ലാദൻ, മഹാബലി എന്നിവരൊക്കെ ഈശ്വരൻ്റെ നിലനിൽപ്പിന് സാക്ഷ്യം വഹിക്കുന്നവരാണ്. അങ്ങയെ നിരന്തരം സേവിച്ചാൽ അഭിരുചിയേറും. അത് സംസാര താപത്തന്മാരുടെ ജന്മാർജിതമായ മനോമാലിന്യങ്ങളെ അകറ്റുന്നു. വിഷയവിരക്തി വന്ന് മനസ്സിൽ ജ്ഞാനദീപം തെളിയുന്നു. പിന്നീട് അവൻ സംസാരത്തെ പ്രാപിക്കുന്നില്ല. സ്തുതിച്ചും ധ്യാനിച്ചും ശുശ്രൂഷിച്ചും അധ്യയനാദി വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിച്ചും നിങ്ങൾ നിഷ്കപടരായി സർവാഭീഷ്ടപ്രദനായ ഭഗവാന്റെ പാദപത്മങ്ങൾ ഭജിക്കുക. പരിശുദ്ധ ജ്ഞാനസ്വരൂപനും സർവശക്തനും നിർഗുണനുമായ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി പലതരം ദ്രവ്യഗുണ ക്രിയോക്തികളാലും മറ്റും യജ്ഞസ്വരൂപനായിത്തീരുന്നു. പരമഗുരുവായ ഭഗവാനെ ദൃഢസങ്കല്പത്തിൽ ധ്യാനിച്ച് എൻ്റെ പ്രജകൾ സ്വധർമാനുഷ്ഠാനത്തിലൂടെ യജിക്കുന്നത് എന്നെ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ്. ഐശ്വര്യം വർദ്ധിക്കുമ്പോൾ രാജാക്കന്മാർ തേജസ്, സഹനശക്തി, തപസ്, ജ്ഞാനം എന്നിവ കൊണ്ട് ശോഭിക്കുന്നു. അവർ ഒരിക്കലും ബ്രാഹ്മണരെയും ഭക്തന്മാരെയും ആക്രമിക്കാതിരിക്കട്ടെ. ബ്രഹ്മജ്ഞാനികളുടെ കുലം സേവിക്കപ്പെടട്ടെ. ബ്രാഹ്മണരെയും ഭക്തന്മാരെയും ശ്രീഹരി വന്ദിക്കുക കാരണം ധാരാളം നശിക്കാത്ത ശ്രീയും യശസ്സും വന്നുചേർന്നു. അതുകൊണ്ടുതന്നെയാകണം മഹാലക്ഷ്മി നിരന്തരം ഭഗവാനെ സേവിക്കുന്നതും. ജ്ഞാനവൃദ്ധരെ സേവിക്കുന്നവർക്ക് ധാരാളം സമ്പത്ത് സ്വയം വന്നുചേരും. അതിനാൽ ബ്രഹ്മകുലവും ഗോക്കളും അനുചരന്മാരോടുകൂടി ഭഗവാനും എന്നോട് പ്രസാദിക്കട്ടെ. രാജാവിൻ്റെ ശ്രേഷ്ഠ വചനങ്ങൾ കേട്ട് സദസ്യരും മഹാത്മാക്കളും അദ്ദേഹത്തെ അനുമോദിച്ചു. ജനങ്ങൾ രാജാവിനെ വാഴ്ത്തി സ്തുതിച്ചു. ഭഗവാൻ ബ്രഹ്മജ്ഞനിൽ പ്രവേശിച്ച് ക്ഷത്രിയനെയും ക്ഷത്രിയനിൽ പ്രവേശിച്ച് ബ്രഹ്മജ്ഞനെയും രണ്ടിലും പ്രവേശിച്ച് വിശ്വത്തെയും സംരക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് അടുത്ത ഒരു ദിവസം കാണാം.
ഹരേ കൃഷ്ണ. അതുവരെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ഹൃദയങ്ങളിലും ഭഗവാനോടുള്ള ഭക്തി അകമഴിഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും ഭഗവത് കഥകളും ഭഗവത്ഗീതയും കഴിയുന്നതും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഭഗവാനെ പറ്റി കീർത്തിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ തന്നെ ഭക്തി ഉണ്ടാകും. ഭഗവാന്റെ നാമങ്ങൾ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഒരുപാട് ഉച്ചരിക്കുക. ഹരേ കൃഷ്ണ മന്ത്രം ഒരുപാട് ഉച്ചരിക്കുക. ഹരേ കൃഷ്ണ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.